ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീരാമചന്ദ്ര പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ. ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ. ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ. വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. വാണിയിടുക നാരദമെന്നുടനാവുതന്മേൽ. വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ. അന്നേരം ആദിത്യനുമുദിച്ചിടിനാൻ മന്നവൻ. പള്ളിക്കുറുപ്പുണർന്നീലിന്നും എന്തൊരു മൂലമതിനെന്നു മാനസേ ചിന്തിച്ചു ചിന്തിച്ചു മന്ദമന്ദം തഥാ. മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും അന്തഃപുരമകം പുക്കാണതിദ്രുതം. രാജീവമിത്ര ഗോത്രോത്ഭൂത ഭൂപതേ രാജരാജേന്ദ്ര പ്രവര ജയ ജയ. ഇത്തം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചുത്ഥാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ. എത്രയും ഖിന്നനായി കണ്ണുനീരും വർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ. ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേയി തന്നോട് ചോദിച്ചാൻ. ദേവനാരീ സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം. ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തൊന്നു മഹാരാജവല്ലഭേ. ചൊല്ലുകന്നോടെന്നു കേട്ടു കൈകേയിയും ചൊല്ലിനാൾ ആശു സുമന്ത്രരോടന്നേരം. ധാത്രി പതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നതു കാരണമാകയാൽ. സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നുടെ ചിത്തത്തിനസ്വതന്ത്രത്വം ഭവിക്കയാൽ. രാമ രാമേതി രാമേതി ജപിക്കയും
രാമനെ തന്നെ മനസ്സി ചിന്തിക്കയും ഉദ്വൽപ്രജാകര സേവയും ചെയ്കയാൽ അത്യന്തമാകുലനായിതു മന്നവൻ. രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ, ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ. രാജവചനം അനാകർണ്യ ഞാനിഹ രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ, ചെന്നു നീ തന്നെ വരുത്തുക രാമനെ. സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രർ ഉഴറിപ്പോയി ചെന്നു കൗസല്യാസുതനോടു ചൊല്ലിനാൻ. താതൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു, സാദരം വൈകാതെഴുന്നള്ളുക വേണം. മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരമവൻ തന്നോടു കൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമവിവശനാം താതൻ മരുവീടും മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിപനാശു സമുദ്ധായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂവനും. രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ. താതനെ ചെന്നെടുത്ത് ആശ്ലേഷവും ചെയ്തു സാദരം തന്റെ മടിയിൽ കിടത്തിനാൻ. നാരീജനങ്ങൾ അതു കണ്ടനന്തരമാരൂഢ ശോക വിലാപം തുടങ്ങിനാർ. രോദനം കെട്ടു വസിഷ്ഠമുനീന്ദ്രനും ഖേദേന മന്ദിരം പുക്കിതു സത്വരം. ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തൊന്ന് താത ദുഃഖത്തിനു നേരെ പറവിനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞിതു കേകയപുത്രിയും. കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം ചേതസി നീ നിരൂപിക്കിലെഴുതിനി. താതനു ദുഃഖ നിവൃത്തി വരുത്തുവാൻ ഭർത്തൃദുഃഖോപശാന്തിക്കു കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതു ചിത്തഹിതം. നൃപതീന്ദ്രൻ നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ. രണ്ടു വരം മമദത്തമായിട്ടുണ്ടു പണ്ടു നിൻ താതനാൽ സന്തുഷ്ടചേതസ. നിന്നാലെ സാധ്യമായുള്ളൊന്നതു രണ്ടും ഇന്നു തരേണമെന്നർത്ഥിക്കയും ചെയ്തേൻ. നിന്നോട് അതു പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതു താതനറിക നീ. സത്യപാശേന സംബദ്ധനം താതനെ സത്വരം രക്ഷിപ്പതിന്നു യോഗ്യൻ ഭവാൻ. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാണനം ചെയ്കയാൽ. പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവനെന്നതറിക നീ. മാതൃവചനശൂലാഭിഹതനായ മേദിനീ പാലകുമാരനാം രാമനും എത്രയുമേറ്റം വ്യഥിതനായി ചൊല്ലിനാൻ. ഇത്രയെല്ലാം പറയണമോ മാതാവേ, താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പൻ അതിനില്ല സംശയം മനസ്സേ.
ഖേദമതിനില്ലെനിക്കേതും. രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ രാജ്യമെന്നാൽ എന്നറിക നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കെന്നു ചൊൽകിലും തക്ഷണം ഞാൻ ഉപേക്ഷിപ്പൻ അറിക നീ. പാവകൻ തങ്ങൾ പതിക്കേണമെങ്കിലും ഏവം വിഷം കുടിക്കേണമെന്നാകിലും താതൻ നിയോഗിക്കിലേതുമേ സംശയം ചേതസി ചെറ്റില്ലെനിക്കെന്നറിക നീ. താത കാര്യമനാർജപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ പിത്രാ നിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാലെ കർത്തവ്യമല്ലെന്നു വച്ചടങ്ങുന്നവൻ പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജനം. യുദ്ധമെല്ലാം പരിജ്ഞാതം മയാധുന. ആകയാൽ താതനിയോഗം അനുഷ്ഠിപ്പാനാകുലമേതുമെനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാ. രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയിയും രാമനോടാശു ചൊല്ലിടിനാളാദരാൽ താതൻ നിനക്കഭിഷേകാർത്ഥമായുടനാദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ട് അഭിഷേകം ഭരതനു ചെയ്യണം. രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു. നീ 14 സംവത്സരം കാനനെ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടിതു നിയോഗിപ്പൻ മടിയുണ്ടു മന്നവൻ ഇന്നതു ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ ഇന്നതിനെന്തൊരു വൈഷമ്യമായതു. ചെയ്കഭിഷേകം ഭരതനു ഞാനിനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ. എന്തതെന്നോടു ചൊല്ലഞ്ഞു പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം. രാജ്യത്തെ രക്ഷിപ്പതിന്നു മതിയവൻ രാജ്യമുപേക്ഷിപ്പതിന്നു ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു ദണ്ഡകവാസത്തിനേറ്റമെളുതല്ലോ. സ്നേഹമെന്നെ കുറിച്ചേറും അമ്മയ്ക്കും ഇദ്ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ആകാശഗംഗയെ പാതാള ലോകത്തു വേഗേന കൊണ്ടു ചെന്നക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂരുവും തൃപ്തനാക്കിയിടുവാൻ താതനു തന്നുട യൗവനം നൽകി ജരാനരയും വാങ്ങി. ദിവ്യന്മാരായ പിതൃപ്രസാദത്തിനാൽ അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപിത. ദുഃഖിപ്പതിനിൽ അവകാശം രാഘവ വാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോടു ചൊല്ലിനാൻ. സ്ത്രീജിതനായി അധികാമുകനായൊരു രാജാധമനാകും എന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ. ദോഷം നിനക്കതിനേതുമകപ്പെടാം. അല്ലാകിലെന്നോടു സത്യദോഷം പറ്റുമല്ലോ കുമാര ഗുണാംബുധേ രാഘവ. പൃഥ്വീപതീന്ദ്രൻ ദശരഥനും പുനരിത്തം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ രാമ ഹാ ജഗന്നാഥ ഹാ ഹാ രാമ ഹാ രാമ ഹാ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ, എന്നെ പിരിഞ്ഞു നീ ഘോര മഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന. എന്നിത്തരം പല ജാതി പറകയും കണ്ണുനീർ
ഓലോല വാർത്തുകറകയും നന്നായി മുറുക തഴുകിയും പിന്നെ ചുടുചുടെ ദീർഘമായി വീർക്കയും ഖിന്നനായൊരു പിതാവിനെ കണ്ടുടൻ തന്നുട കയ്യാൽ കുളിർത്ത ജലം കൊണ്ടു കണ്ണും മുഖവും തുടച്ചു രഘുത്തമൻ ആശ്ലേഷനീതി വാഗ്വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ നയകോവിദൻ തഥാ. എന്തിനൻ താതൻ വൃഥൈവ ദുഃഖിക്കുന്നതെന്തൊരു ദണ്ഡമിതിന്നു മഹീപതേ, സത്യത്തെ രക്ഷിച്ചുകൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായ്കയുമില്ലിതു രണ്ടിനും. സോദരൻ നാടു ഭരിച്ചിരുന്നിടുക സാദരം ഞാൻ അരണ്യത്തിലും വാഴുവൻ, ഓർക്കിലീ രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിടുവാൻ. ഏതുമേദണ്ഡമില്ലാത കർമ്മം മമ മാതാവെനിക്കു വിധിച്ചതു നന്നല്ലോ. മാതാവു കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിന്നായി വരുന്നേരെന്നരുൾ ചെയ്തു. ദേവനും മാതൃഗൃഹം പുക്കതു നേരം ധാർമ്മികയാകിയ മാതാ സുസമ്മത ബ്രാഹ്മണരെ കൊണ്ടു ഹോമ പൂജാദികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ടു ചെയ്യിച്ചു. വിത്തമതീവദാനങ്ങൾ ചെയ്താദരാൽ ഭക്തി കൈക്കൊണ്ടു ഭഗവത് പദാംബുജം ചിത്തത്തിൽ നന്നായുറപ്പിച്ചിലകാതെ നന്നായി സമാധിയുറച്ചിരിക്കും നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികേ ചെന്നു കൗസല്യയോടന്നേരം സന്തോഷമോടു സുമിത്ര ചൊല്ലിടിനാൾ, രാമനുപഗതനായതു കണ്ടീലേ ഭൂമിപാലപ്രിയെ നോക്കിയിടുകെന്നപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുക പുണർന്നിടിനാൾ. പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ ഇന്ദീവരദളശ്യാമ കളേവരം മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൾ. എന്തൻ മകനെ മുഖംഭുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ, വന്നിരുന്നീടു ഭുജിപ്പതിനാശു നീ എന്നു മാതാവു പറഞ്ഞോരനന്തരം. വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നുട മാതാവിനോടരുളി ചെയ്തു, ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം. മുൽപ്പാടു കേകയപുത്രിയാമമ്മയ്ക്കു മൽപിത രണ്ടു വരം കൊടുത്തിടിനാൻ. ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കെന്നു മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ. സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാരിൽ മോഹിച്ചു വീണിടിനാൾ ആകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞുടൻ തന്നുട നന്ദനൻ തന്നോടു ചൊല്ലിനാൾ, ഇന്നു നീ കാനനത്തിനു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം മടിയാതെ. നിന്നെ പിരിഞ്ഞ ക്ഷണാർത്ഥം പൊറുക്കുമോ, ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ. പൈതല വേർവിട്ടുപോയ പശുവിനുള്ളാധി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം.
എന്തു പിഴച്ചതു കൈകേയിയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാര ബലാൽ. താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം. പോകണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുട വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നുട വാചാ ഗമിക്കുന്നതാകിലോ. ഞാനുമൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ മാനവ വംശവും ഇന്നേ മുടിഞ്ഞു പോം. തത്ര കൗസല്യാവചനങ്ങളിങ്ങനെ ചിത്തതാപേന കേട്ടൊരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിന ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ. ആകുലമെന്തിതു കാരണമുണ്ടാവാൻ? ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ത്രപാഹീനം ഷഠപ്രിയം. ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിപന്ധികളായുള്ളവരെയുമൊക്കവേ അന്തകൻ വിട്ടിന്നയച്ച് അഭിഷേകം ഒരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. ബന്ധമില്ലേതുമിതിന്നു ശോകിപ്പതിനന്തർമുദാ വസിച്ചിടുക മാതാവേ. ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യമെനിക്കതിനുണ്ടെന്നു നിർണയം. കാര്യമല്ലാത്തതു ചെയ്യുന്നതാകിൽ ആചാര്യനും ശാസനം ചെയ്യുന്ന ദേവരു. ഇത്തം പറഞ്ഞു ലോകത്രയം തദ്രുഷ ദഗ്ധമാറു സൗമിത്രി നിൽക്കും നേരം. മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായി ആലിംഗനം ചെയ്തു സുന്ദരനിന്ദിരാ മന്ദിരവത്സൻ. ആനന്ദസ്വരൂപൻ ഇന്ദിന്ദിര വിഗ്രഹൻ ഇന്ദീവരാക്ഷൻ ഇന്ദ്രാദിവൃന്ദാരക വൃന്ദവന്ധ്യംഗ്രിയുഗ്മാരവിന്ദൻ പൂർണ്ണചന്ദ്രബിംബാനനൻ ഇന്ദുചൂടപ്രിയൻ വന്ദാരുവൃന്ദ മന്ദാരദാരൂപമൻ. ഹരേ രാമ 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 ഹരേ ഹരേ.